ഹായ്, കുഞ്ഞോനാണേ. അപ്പോൾ പണിക്കൊക്കെ പോയി വന്ന് വീട്ടിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പണിസ്ഥലത്തു നിന്ന് രാവിലെ കാലിൻ്റെ അടിയിൽ ഒരാണി കയറിയിരുന്നു. നല്ല തുരുമ്പ് പിടിച്ച ആണിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അത് മൈൻഡാക്കാൻ നിന്നില്ല. പക്ഷേ നിർബന്ധമായിട്ടും ടി അടിക്കണമെന്ന് പെണ്ണുങ്ങൾക്ക് ഒരേ ഒരു നിർബന്ധം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോവാണ്. സംഗതി ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് തുരുമ്പ് പിടിച്ച ആണി ചവിട്ടിപ്പോയിട്ടുണ്ട്, അതിനുള്ളൊരു ടി അടിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ പോയി നോക്കട്ടെ. ചിലപ്പം നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണമെന്ന് പറയും അവിടുന്ന്, ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ ആണെങ്കിൽ ഡോക്ടറെ കാണിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ടി അടിച്ചിട്ട് തിരിച്ചു വരും. ഇനി നമുക്ക് ബാക്കി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തോ കാണുന്നുള്ളത് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കാണാം. ഓക്കെ. അങ്ങനെ ആണി കയറിയ കാലൊക്കെ ക്ലീൻ ചെയ്തു, അവിടെയൊക്കെ വൃത്തിയാക്കി. അതിനുശേഷം ടി അടിച്ചു. നേരെ റഹീംഖാൻ്റെ ഓട്ടോ വിളിച്ചു. റഹീംഖാൻ്റെ ഓട്ടോയിൽ കയറി നേരെ വല്യമ്മൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ, അവിടെ കുത്തിരിക്കുകയാള് വടിയും പിടിച്ച്. ആ പറ. ഞാൻ പോയി വന്നില്ലേ? കണ്ടില്ലേ? അങ്ങനെ വടി തേഞ്ഞില്ലല്ലോ. തേഞ്ഞിക്കുന്നില്ല. ഉപ്പ് ഇങ്ങനെ കൂട്ടി പൊട്ടിട്ട് അതുകൊണ്ടാണ് ഇതും പറയാൻ ഓരോട് ഭാഷ അങ്ങനെ നമ്മള് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് നമ്മളെ ആണി കാലിന് കയറിയിരുന്നു. അപ്പോൾ അതിന് ടി ഒക്കെ അടിച്ച് ഫുള്ള് മരുന്നൊക്കെ വെച്ച് കാലൊക്കെ
ക്ലീൻ ചെയ്ത് വല്യമ്മൻ്റെ അടുത്ത് കയറി വല്യമ്മയുടെ കുറച്ച് കുളൂസൊക്കെ പൊട്ടിച്ച് ലാസ്റ്റ് നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ മാംഗോ ജ്യൂസ് ഉണ്ട്, നല്ല അടിച്ചമ്പൊളി മാംഗോ ജ്യൂസ് ഉണ്ട്, നല്ല കട്ടിയുള്ള മാംഗോ ജ്യൂസ് ഉണ്ട്, അതും നല്ല ചൂടുള്ള പരിപ്പ് വടയുണ്ട്. അപ്പോൾ പരിപ്പ് വട ഉണ്ട്, പിന്നെ ആ കൂട്ടത്തിൽ ബട്ടറും ഉണ്ട് കേട്ടോ. ബട്ടറിനാണ് ഇനി ഞങ്ങളൊക്കെ പറയല്, നിങ്ങളെന്താ പറയാന്നുള്ളത് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.